വാവ്, സ്വന്തം കുഴി നീ തന്നെ തോണ്ടുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അനുഷ്ക ദീദിയോട് ഇങ്ങനെ തണുത്ത സ്വരത്തിൽ സംസാരിച്ചാൽ ജിൻഡാൽ കുടുംബത്തിൽ നിനക്കുണ്ടായിരുന്ന ചെറിയ സ്ഥാനവും ഇനി ഇല്ലാതാകും. അതിനുശേഷം കമ്പനിയിലെ എല്ലാ ഷെയറും സ്വത്തും ഞങ്ങൾക്ക് മാത്രമായിരിക്കും. എന്റെ അനുഷ്ക ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മതി മതി, ഇനി അക്ഷരം മിണ്ടരുത്. ചേച്ചി, ഈ ധിക്കാരിയെ 3 വർഷം കാത്തിരുന്നതിന്റെ പ്രതിഫലമാണോ ഇത്? ഇപ്പൊ ഇയാള് നിങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ഞാനൊരിക്കലും സഹിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ മതീന്ന്. ഇനി ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കേ. നീയാണ് എന്റെ ജീവിതം അനുഷ്ക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നോളാം, എന്നിട്ട് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ കഴിക്കാം. ഏയ് നിർത്ത്. നായ്ക്കൾക്ക് നെയ്യ് ദഹിക്കില്ലെന്നറിയില്ലേ? കൃഷ്, നന്നായി കഴിക്കും മോനെ. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. നീ ആകെ മെലിഞ്ഞുപോയി. ഇതെല്ലാം എന്റെ തെറ്റാ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എന്തായാലും ഇപ്പൊ നന്നായി കഴിക്കും. പഴങ്ങള് പിന്നെ കഴിക്കാം. ഇവര് പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. അമ്മേ, എല്ലാത്തിനും സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. ഇതിൽ അമ്മയുടെ തെറ്റൊന്നുമില്ല. തെറ്റ് ബ്രദർ ഇൻ ലോയുടേതാ. ബ്രദർ ഇൻ ലോ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇന്ന് ജിന്തൽ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ആരും ഇന്നത്തെ സന്തോഷം കളയരുത്. വരൂ, എല്ലാവരും ചിയേഴ്സ് പറയും. എല്ലാവരും, കൃഷ് ഒഴികെ. നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ എല്ലാം മറക്കാമെന്ന് പറയാം. പക്ഷെ കഴിഞ്ഞ 3 വർഷമായി ഞാൻ അനുഭവിച്ച നരകം അതെനിക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നോട് ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും കഴിയില്ല. എനിക്കറിയാം ബ്രദർ ഇൻ ലോ. ആ 3 വർഷത്തിന്റെ ഭാരം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിങ്ങളുടെ മാപ്പ് പറയാം. ഐ എം സോറി ബ്രദർ ഇൻ ലോ. ഓ, ബ്രദർ ഇൻ ലോ, ഈ ബോട്ടിൽ കാണുന്നുണ്ടോ? ഇതിന്റെ വില 3 കോടി രൂപയാ. നിന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതിന്റെ മണം പോലും അറിയാൻ യോഗ്യതയില്ല. ദാ നിന്റെ 3 കോടി. ബ്രദർ ഇൻ ലോ, ടു ദ ന്യൂ ബിഗിനിങ്സ്. എന്നോട് ക്ഷമിക്കണം. ഇതിലെല്ലാം തെറ്റ് എന്റേതാണ്. അതുകൊണ്ടാണ് ഇന്ന് ജിൻഡാൽ കുടുംബത്തിന് ഇത്ര പ്രധാനപ്പെട്ട ഈ ദിവസത്തിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്. ശരിക്കും സോറി ബ്രദർ ഇൻ ലോ. അനുഷ്ക ഇതിനകം തന്നെ ഒരുപാട് വിഷമത്തിലാ. ഇനി നമുക്ക് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലേ? പ്ലീസ്. എന്റെ സംശയം ശരിയായിരുന്നു. എന്നെ വീണ്ടും അപമാനിക്കാനാണ് നിങ്ങൾ ഈ ഡിന്നറിലേക്ക് വിളിച്ചത്. പക്ഷേ ഞാൻ എല്ലാം മറന്ന് നിങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. കാരണം എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. നിങ്ങളോട് ആരോടും ക്ഷമിക്കാനും കഴിയില്ല. നിനക്ക് ഇത്ര അഹങ്കാരം എന്തിന്റെ പേരിലാ? ജിൻഡാൽ കുടുംബത്തെ അപമാനിക്കുന്നത് നിന്റെ ശീലമായി പോയല്ലോ. നിന്റെ മനസ്സ് മുഴുവൻ വിഷം നിറഞ്ഞതാ. അനന്യ, പ്ലീസ് ഒന്ന് ശാന്തമാകൂ. ബ്രദർ ഇൻ ലോയുടെ തെറ്റല്ല ഇത്. ഇതിലെല്ലാം തെറ്റ് എന്റെതാ. നിൽക്ക്. ഇന്ന് നീ എന്നെ തടയണ്ട. ഞാൻ പറയാനുള്ളത് പറയും. ബ്രദർ ഇൻ ലോ, നിന്റെ ആ നാണം കെട്ട പ്രവൃത്തി കാരണം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ഇവളാണ്. അപമാനം സഹിച്ചതും അവളാ.
എന്നിട്ടും അവളാണ് ഇപ്പൊ നിന്നോട് മാപ്പ് പറയുന്നത്. ഞങ്ങളുടെ വികാരങ്ങൾക്ക് നിനക്കൊരു വിലയുമില്ലെങ്കിൽ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. കൃഷ്, എന്നോട് നിനക്ക് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഇത് കുടിക്ക്. അനുഷ്ക ചേച്ചി പ്ലീസ്, എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടരുത്. ബ്രദറിലോയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് സാരമില്ല. തെറ്റെയ്തത് ഞാനല്ലേ. അത് നിങ്ങളുടെ ഇഷ്ടം. എല്ലാം നിങ്ങളുടെ തീരുമാനമാണ് മാഡം. ഇപ്പൊ സന്തോഷമായോ മാഡം? വൈൻ കുടിച്ചതോടെ നമ്മുടെ പ്ലാൻ ഒന്നുകൂടെ ഉറപ്പായി. അവൻ വീണ്ടും നമ്മുടെ വലയിൽ വീണു. ഇനി നിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ നിന്റെ ബ്രദറിലോ വൈൻ കുടിച്ചല്ലോ, അതോടെ ഈ വിഷയം കഴിഞ്ഞു. കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി എല്ലാരും അതൊക്കെ മറന്നേക്കൂ. കൃഷ്, 3 വർഷം മുൻപ് നിന്റെ തെറ്റ് തിരുത്താൻ നിനക്കൊരവസരം തന്നിരുന്നില്ലേ? സിംഗപ്പൂർ ബ്രാഞ്ചിന്റെ ഹെഡായി നിന്നെ അവിടേക്ക് അയച്ചു. ആ ബ്രാഞ്ചിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ് എല്ലാ വർഷവും നീ എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. ഞാൻ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ആ കമ്പനി വലിയ നഷ്ടത്തില്. അതിന് നിന്റെ കയ്യിൽ എന്ത് മറുപടിയാ ഉള്ളത്? അപ്പൊ കഴിഞ്ഞ 3 വർഷം ഞാൻ സിംഗപ്പൂരിലല്ല, ജയിലിലായിരുന്നു എന്ന് അനുഷ്കയ്ക്ക് ശരിക്കും അറിയില്ലേ? അപ്പോ ആദ്യം എന്നെ ജയിലിൽ അയച്ചു, പിന്നെ സിംഗപ്പൂർ എന്ന കള്ളക്കഥ പറഞ്ഞു. ഇതെല്ലാം ഇവരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതിന്റെ പിന്നിൽ നീയാണോ? അതെ, ഞാൻ ചെയ്തതെല്ലാം അനുഷ്ക ദീദിക്ക് വേണ്ടിയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷം കൃഷിയിൽ നിന്ന് അകന്നിരുന്നിട്ടും അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞ കൃഷ് അതിന് അർഹനല്ല. അതുകൊണ്ടാണ് ഞാൻ ദീദിയോട് കള്ളം പറഞ്ഞത്. കൃഷ് സിംഗപ്പൂരിലല്ല, ജയിലിലാണെന്ന കാര്യം ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചു. പിന്നെ ആ സിംഗപ്പൂർ കമ്പനിയോ, അത് ഞാൻ മനഃപൂർവ്വം നഷ്ടത്തിലാക്കി. കാരണം ഇയാൾ അവിടെ ഉണ്ടായിരുന്നാലും കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇയാളെപ്പോലെ ഒരു വിലയില്ലാത്ത ആളിന് നമ്മുടെ കമ്പനിയുടെ 1% ഷെയർ പോലും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊള്ളാം, നല്ല പ്ലാനാ. അപ്പൊ പാവം ജീജു കൃഷ് പൂർണ്ണമായി കുടുങ്ങിയല്ലോ.